നമ്മളെ ചാനലുകളിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർമാർ തന്നെ ഒരു രാഷ്ട്രീയത്തെ പ്രധാനം ചെയ്യുന്നവരായിട്ട് മാറുന്നത് അത് നല്ല ശീലമല്ല. അത് ഒരു മീഡിയ എന്ന നിലയിൽ എന്തോ അറിയോ സുനിൽകുമാർ, ഞാൻ ഇവരോടൊക്കെ അങ്ങനെ നിലപാടെടുക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നറിയോ, ഇപ്പം ദീപ്തി ഒരു പ്രോഗ്രാമിൽ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, എൻ്റെ രാഷ്ട്രീയം ഞാൻ ഇതിലേക്ക് ഇറക്കുമതി ചെയ്യും എന്നുണ്ടെങ്കിൽ പ്രെഡിക്റ്റബിൾ ആങ്കറായി മാറുകയാണ്. ഇയാൾ ആദ്യം എന്ത് പറയും, അവസാനം എന്ത് പറയുന്നത്, ദീപ്തിക്ക് നല്ല തിട്ടമാവും. എന്നാൽ ഈ ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയ ബന്ധം മനസ്സിൽ മാത്രം സൂക്ഷിക്കുകയും പ്രശ്നങ്ങൾ ഇഷ്യൂ ബേസ്ഡ് മെറിറ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായം വരത്തില്ല. അതെ, അതാണ് കറക്റ്റ്. അതായത് ആങ്കർമാരൊരിക്കലും അവര് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ഡിസ്കഷൻ ലീഡ് ചെയ്താൽ അതൊരിക്കലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം നിർവഹിക്കപ്പെടില്ല. ഈ ചാനൽ ഡിസ്കഷൻ കൊണ്ടുണ്ടാക്കേണ്ട ഒരു ജനാധിപത്യത്തിന്റെ ഒരു സംവിധാനമാണുള്ളത്. അതെ, നമ്മളിപ്പോ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ചർച്ചയും ഇവിടെ ആരോ നമ്മുടെ രാഹുൽ പറഞ്ഞല്ലോ, നിയമസഭയ്ക്കകത്ത് നടക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികളാണെങ്കിൽ ജനങ്ങളെ പ്രദാനം ചെയ്യുന്നവർ തന്നെയാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികളായിട്ടൂടെ വരുന്നത്. അപ്പൊ അവിടെ ഒരു വേദിയിൽ നിങ്ങളൊരു സ്പീക്കറെ പോലെ സംസാരിക്കുന്നതിന് പകരം, സ്പീക്കർക്ക് പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ജനാധിപത്യമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ നമ്മുടെ ആങ്കർമാര് വളരെ വ്യക്തമായ രാഷ്ട്രീയത്തോടു കൂടി ഒരു ചർച്ചയെ നയിക്കുന്നത് ഇത്തരം ഒരു കാര്യത്തില് ഒരു കാര്യം, എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട്. അല്ല മാഡം പറഞ്ഞ ഒരു എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട്. അതിപ്പം ബയസ്ഡ് ആണോ ഇല്ലയോ എന്നല്ല, ആ എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അല്ലല്ല, അങ്ങനല്ല. അതല്ല. അതായത് നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. അവർക്ക് അവരവരുടേതായ ആശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, തീരുമാനങ്ങളുണ്ടാവും. ചില പ്രത്യേക കാര്യങ്ങളിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിൽ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനമെടുത്തിട്ട് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് ഞാനിപ്പം അങ്ങനെ ചെയ്ത ചാനലുകളുണ്ട്, ഇല്ലെന്ന് പറയരുതാരും. അപ്പം നമ്മുടെ ഈ സമീപകാല ചില സംഭവങ്ങളിൽ പോലും അവര് തീരുമാനിക്കുകയാണ് ആരാണ്. ഞാൻ പറയാം, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ അവര് തീരുമാനിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അപ്പോ അവര് തീരുമാനിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവരുടെ ചർച്ച തന്നെ ഡൈവേർട്ട് ചെയ്യാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ അതിൻ്റെ അകത്ത് തീരുമാനമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നവമാധ്യമങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു അവർക്ക് എന്തുമാകാമെന്നുള്ള നിലയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഈ മാധ്യമങ്ങളുടെ ചർച്ച കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് ഈ ഫ്ലോറിൽ പറയുന്നത് ശരിയല്ല. അങ്ങനൊന്നും വസീഫ് അത് വസീഫ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി തീരുമാനിച്ച് മാറിപ്പോയി. ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തെറ്റിദ്ധാരണ വന്നത്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഞാൻ അത് തന്നെ പറയാണ്. ഒരു ചാനലും അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്റെ അനുമതി പറയാം, എന്റെ 24-ന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു തീരുമാനം എടുക്കാറില്ല. അവതാരകന്റെ സ്വാതന്ത്ര്യം. കാര്യം അവതാരകനോട് ഈ ചർച്ചയുടെ വിഷയമല്ലാതെ വേറൊന്നും നമ്മുടെ എഡിറ്റോറിയൽ ചർച്ച നവമാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങളും കൂടെ ചെയ്തു തുടങ്ങിയാൽ അത് ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.